വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനുള്ളത് തൃശ്ശൂർ കാളിയാട് റോഡ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ് ഉള്ളത്. ഇവിടുത്തെ നേർച്ചയാണ്. നേർച്ചയുടെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുണ്ടാവുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഫോളോ എനേബിൾ ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ നേരെ നേർച്ചൻ്റെ കാഴ്ചകൾ പോകും. ഞാൻ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ എങ്ങനെയെന്നുള്ളത് നമ്മൾ അവിടെ പോയിട്ട് കാണാം. ഓക്കെ. ഞാൻ വന്ന് നിൽക്കുന്നത് മേപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം. മേപ്പാടം ജംഗ്ഷനിൽ ഒരു 8 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു മക്കാമിലേക്കുള്ള ദൂരമാണ്. ഇവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു മക്കാമിൻ്റെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ നേരെ ഈ റോഡിൽ നിന്ന് പോകേണ്ടത് ഈ ഒരു കയറ്റത്തിന് ഞങ്ങളായിട്ട് പോയിട്ട് ഇവിടെ 8 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയാൻ കഴിയുന്നത്. പ്ലാക്കോട്
ഘോഷയാത്രയാണ് ഈ വഴിത്താരമായിക്കൊണ്ട് പ്രിയമുള്ളവരെ ഇവിടെയാണ് അധികം വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. ഈ ഒരു പാടത്ത് കംപ്ലീറ്റ് വണ്ടികളുണ്ട്. അവിടെയൊക്കെ നോക്കാം. ഈ ഒരു നേർച്ചയ്ക്ക് വരുന്നവരെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടത്. അവിടെ വലിയ വണ്ടി, ഇവിടെ ചെറിയ വണ്ടികൾ, ബൈക്കുകൾ കണ്ടില്ലേ നിരനിരയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്ററോളം നടന്ന് ഇനി പോകണം. വണ്ടി ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തൊരു പരിപാടിയാണ്. ഇത് കുറച്ചധികം നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. കളപ്പാറ ശ്രീ കയർകോട്ട ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമാണത്. എല്ലാവർക്കും നമസ്കാരം. ഇത് കാളിയാറോട് ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ വക അന്നദാനമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്നദാനം നടത്താണ്ടായ കാരണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നേരങ്ങളിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഇവിടെ ഈ വലിയ മേഖല വരുന്ന ആളുകൾക്ക് പ്രദേശമായിരുന്നു എന്നുള്ളൊരു ക്രമീകരണമായി വരുന്ന ആളുകൾക്ക് ഈ വെള്ളം കൊടുക്കാൻ തീരുമാനമായത്. മറ്റ് സൗകര്യങ്ങളൊന്നും അപ്പോൾ എൻ്റെ അച്ഛനായി കഴിയുന്ന പോലെ കൊടുക്കുന്നതിൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഭാര്യയാണ്, ഇപ്പം അച്ഛനെ മകളാണ്. ചെറുപ്പം മുതൽ തന്നെ ആള് ഇവിടെ വരുന്ന ആളുകൾക്ക് ഉച്ച സമയത്തിൽ എല്ലാ വെള്ളവും കൊടുക്കും, വെള്ളം കൊടുക്കും. ഓരോ കാലങ്ങളായിട്ട് നമ്മൾ ഒരു കീഴ്വഴക്കം തുടർന്നു കൊണ്ടുപോകും. ആ കീഴ്വഴക്കം നമ്മൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നാളെ ഭക്ഷണമാക്കി മാറ്റിക്കുള്ള ഒരു കരുതൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ അടുത്ത കൊല്ലം നേർച്ചയ്ക്കുള്ള ഫണ്ട് ഇന്ന് മുതൽ മാറ്റി വയ്ക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നാളെ മുതൽ എന്തായാലും മാറ്റി വയ്ക്കും. ഈ നാളെ മുതൽ മാറ്റി വെച്ച് ഈ 365 ദിവസവും എനിക്കൊരു ചെറിയ കടയാണ്. 364 ദിവസവും അതിൽ നിന്നൊരു ഫണ്ട് മാറ്റി വെച്ച് 365ാമത്തെ ദിവസം നേർച്ച വരുമ്പോൾ ഞാൻ ആ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ സമയവും പൈസയും ഒക്കെ മാറ്റി വെച്ച് ഈ വരുന്ന ആളുകളെ സന്തോഷിപ്പിക്കാനും അവരുടെ വിശപ്പകറ്റാനും വേണ്ടിയിട്ട് അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണിത്. അതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. ഞാൻ മറ്റ് യാതൊരു വികാരവും അതിൽ നോക്കാറില്ല, മറ്റ് ഒരു മാനദണ്ഡങ്ങളും നോക്കാറില്ല. കാളിയാറോട്ട തങ്ങളുടെ അനുഗ്രഹം ഈ ചന്ദനക്കുടം നേർച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ കൊല്ലവും ഇത് കൊടുക്കാൻ കഴിയുന്നത്.
100 പറ അരിയാണ് ഇപ്രാവശ്യം വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ 100 പറ അരിയാണ് വെച്ചത്, 101 പറ അരിയാണ് വെച്ചത്. ഈ പ്രാവശ്യം 100 പറ അരിയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷം എത്ര ആൾ വരണോ അത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അത് അവിടുത്തെ ഔലിയപ്പാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കണം. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനമേഖലയായതുകൊണ്ട് ഇവിടെ വെള്ളം കിട്ടാനോ വീടുകളിൽ പോയ വെള്ളം ചോദിച്ചു കുടിക്കാനോ അടുത്ത് വീടുകളുണ്ടായിരുന്നില്ല. ഒരു ഉൾഗ്രാമമായിരുന്നു. ഇപ്പോൾ കാലങ്ങൾ മാറി 10-60 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം കൊണ്ടും പുരോഗമനമായി. പക്ഷേ പുരോഗമനമായാലും നമുക്കതിൽ നിന്നും ഒട്ടും പുരോഗമനം വന്നില്ല. നമ്മളതിന് പിന്നാക്കം പോവാതെ നമ്മളാൽ കഴിയുന്ന പോലെ ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ് എൻ്റെ ഉള്ളത്. അതിൽ ജാതി മത മറ്റ് ചിന്തകൾക്കെല്ലാം അതീതമായിട്ട് ഇപ്പോഴും നമ്മളത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിൽ ഇറച്ചിക്കറിയുണ്ട്, മത്തങ്ങയും പയറും കൂടി ഒരു ഓലനുണ്ട്, അച്ചാറുണ്ട്, കച്ചമ്പറുണ്ട്, പിന്നെ ഇറച്ചി മീനും കൂട്ടാത്ത ആളുകൾക്ക് സാമ്പാറുണ്ട്, ക്യാബേജ് ഉപ്പേരിയുണ്ട്. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ എല്ലാവർക്കും ഇരുത്തി കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അതിനുള്ള സ്ഥല സൗകര്യം നമുക്കില്ല. ഞാൻ പറയും 4 സെൻറ്റ് കൊണ്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. 10,000 പേർക്ക് 4 സെൻറ്റിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് സാധിക്കാത്തൊരു കാര്യമാണ്. അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. പിന്നെ ആളുകൾ ധാരാളം വരുന്നതാണല്ലോ. എനിക്ക് നേർച്ചൻ്റെ ആ ഒരു വരവിനെക്കാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതാണ് ഈ ഒരു സംഭവം. ഈ ഫുഡിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം. അത് കൊടുക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. അതേപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും എല്ലാ കറികളും എല്ലാ സംഭവങ്ങളും ആയിട്ടുള്ള അടിപൊളി ഒരു സദ്യ ഞാനും കഴിച്ചു. ഭയങ്കര ഇഷ്ടമായി. കാണാൻ തുടങ്ങിയിട്ട് ഫൈനലി ഈ ഒരു പള്ളിൻ്റെ തൊട്ടടുത്തിട്ട് കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം നടക്കുന്നൊരു ഏരിയയാണ്. ഇത് ഒരുപാടാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പകൽ ഇവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് സ്ഥലങ്ങൾ കറക്റ്റ് അറിയാം. അതേപോലെ അവിടെ ഉണ്ടിട്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കുറേ. അതേപോലെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുഡിൻ്റെ ഒരു സ്പോട്ടാണ് തോന്നുന്നത്. ഒരു നേരാണ് പോയി കഴിഞ്ഞാൽ പള്ളി കാണാം. അതേപോലെ എന്തോഞ്ഞാലൊക്കെ ഈ പള്ളിൻ്റെ തൊട്ടടുത്തന്നായിട്ട് ആ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഉള്ള സംഭവങ്ങളെല്ലാം ആ ഒരു ഭാഗത്താണ് വരുന്നത്. പള്ളി കുറച്ചുകൂടിയാണ് പോകണം. പക്ഷെ നല്ല ക്രൗഡാണ്. അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നത്. ഇവിടെ വരവെന്നെ വന്നതിന് ബ്ലോക്കായി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം.
അറിയിക്കുകയാണ്.
മലമ്പലം കുഞ്ഞിടും തൃശ്ശൂർ കാളിയാടുള്ള ഈ ഒരു നേരത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഒരുപാട് പരിപാടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് കുറേ നടക്കുന്നുണ്ട്. ഒരു 4 കിലോമീറ്റർ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് നടക്കും. ഇവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട്. പിന്നെ ഈ വരവ് രാവിലെ വരെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പുലർച്ചെ വരെ ഉണ്ട് എന്നാണ്. പിന്നെ പുലർച്ചെ ഇവിടെ എല്ലാ ആനയിലും കൂടി നിരത്തി നിർത്തിയിട്ട് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ്. ഈ പ്രാവശ്യം നമ്മളിവിടെ എത്താൻ നേരം വൈകി. റൂട്ട് അറിയില്ലായിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും